ലൈംഗിക പീഡനാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനായുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയതിനിടെ നിർണായകമായ വെളിപ്പെടുത്തലുമായി പ്രതിയുടെ അഭിഭാഷകൻ. കേസിൽ യുവതി ഗർഭഛിദ്രം നടത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന തെളിവുകൾ ഉണ്ടെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതാണ് അഭിഭാഷകന്റെ നിലപാട്. ഗർഭഛിദ്രം നടത്തിയത് യുവതിയുടെ ഇഷ്ടപ്രകാരമായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ കേസിൽ ഹാജരാക്കാൻ കഴിയും. രാഹുൽ ഇന്നലെ വക്കാലത്ത് ഒപ്പിടാനായി തിരുവനന്തപുരത്തെത്തിയെന്ന് അഭിഭാഷകൻ പറഞ്ഞു. യുവതിയുടെ വാദങ്ങൾ കള്ളമെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ എത്തിച്ചതായി അഭിഭാഷകൻ അവകാശപ്പെട്ടു. ശബ്ദരേഖകളും വാട്സപ്പ് ചാറ്റുകളും ഇതിലുണ്ടെന്നും ഗർഭഛിദ്രം നടത്തിയത് യുവതിയുടെ ഇഷ്ടപ്രകാരമാണെന്ന് ഇതിലൂടെ ബോധ്യപ്പെടുമെന്നാണ് അവകാശവാദം. മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കുകയും ചെയ്യും. അതേസമയം രാഹുൽ പോലീസിനെ വെട്ടിച്ചുള്ള ഒളിച്ചുകളി തുടരുന്നു. യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാമിൽ സത്യമേവ ജയതേ എന്ന് പോസ്റ്റ് ചെയ്ത ശേഷമാണ് രാഹുൽ പൊതുസമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷനായത്. ഒളിവിൽ കഴിയുന്നതിനിടെ രാഹുൽ മുൻകൂർ ജാമ്യത്തിനായി അഭിഭാഷകൻ മുഖേന ശ്രമം ശക്തമാക്കിയതിലാണ് ഇപ്പോൾ ദുരൂഹത ഉയർന്നിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടെ വക്കാലത്ത് ഒപ്പിടാനായി രാഹുൽ തിരുവനന്തപുരത്തെത്തിയെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അവകാശപ്പെട്ടു. ഒപ്പിടൽ നടന്നത് വഞ്ചിയൂരിലെ വക്കീൽ ഓഫീസിലാണോ അതോ കിളിമാനൂരിലെ ബന്ധുവീട്ടിലാണോ എന്നതിൽ വ്യക്തതയില്ല. ഒളിവിലല്ലെന്ന് വരുത്തി മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടാനായി രാഹുലും അഭിഭാഷകനും ചേർന്ന് മെനയുന്ന കള്ളക്കഥയാണ് തിരുവനന്തപുരത്തെ ഈ പ്രത്യക്ഷപ്പെടൽ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. രാഹുൽ എവിടെയെന്ന അന്വേഷണം പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും ഷാഡോ പോലീസ് സംഘത്തോട് രാഹുൽ നിരീക്ഷണത്തിലുണ്ടെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുലിനെ കയ്യിൽ കിട്ടിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നിർദ്ദേശം. രാഹുലിന്റെ പാലക്കാട്ടെ MLA ഓഫീസ് ശനിയാഴ്ച തുറന്ന് പ്രവർത്തിച്ചു. ഇന്നലെ വരാതിരുന്ന ഡ്രൈവർ ആൽവിൻ, പേഴ്സണൽ അസിസ്റ്റന്റ് ഫസൽ എന്നിവർ ഓഫീസിലെത്തി. ഓഡിയോ മനഃപൂർവ്വം റെക്കോർഡ് ചെയ്തത് യുവതി കൊടുക്കുകയായിരുന്നുവെന്നാണ് രാഹുൽ ആരോപിക്കുന്നത്. വിവാഹിതയായ യുവതി അത് മറച്ചുവെച്ച് അടുപ്പം ഉണ്ടാക്കിയത് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുകൂലികളുടെ പ്രചരണം. എന്നാൽ ഇത് തെറ്റാണെന്നാണ് യുവതിയുടെ മൊഴി. വിവാഹിതയാണെന്ന വിവരം രാഹുലിനോട് പങ്കുവച്ചിരുന്നുവെന്ന് യുവതി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. കേസിൽ അറസ്റ്റിന് തടസ്സമില്ലെന്ന് നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെ രാഹുലിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കേരളം വിട്ടാൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തലാണ് നാട്ടിൽ തന്നെ ഒളിവിൽ കഴിയാനുള്ള രാഹുലിന്റെ തീരുമാനം. രാഹുലിന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അടക്കം രാവിലെ ഓഫീസിൽ തിരിച്ചെത്തിയിരുന്നു.